പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ മന്ത്രിസഭ ഇല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പാടിയതായിരിക്കാം. പക്ഷെ എന്നാലും ജാഗ്രത വേണം. സീറ്റ് ചർച്ച ഈ അവസാന നിമിഷം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തിട്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് മുമ്പിൽ ലീഗ് വഴങ്ങി എന്നൊക്കെ പറഞ്ഞ ലീഗ് പ്രവർത്തകർക്കൊരു അങ്ങനത്തെ പ്രചരണമൊക്കെ ഉണ്ട്. അതിനുള്ളൊരു അവസരം ഒഴിവാക്കി വിടായിരുന്നു നേരത്തെ തന്നെ. അല്ല, അത് നേരത്തെ ഒക്കെ പറയായിരുന്നു. ഒരു കുഴപ്പമില്ല. അതൊന്നും അങ്ങനെ വരുമൊന്നുമില്ല. ലീഗുകാരിക്കലും അങ്ങനെ വരില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയവും ഞങ്ങൾക്കില്ല. അത്രയും വിശ്വാസം. അതിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാര്യം പറയുന്നില്ല. സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ അതുവരെ. അവിടെയും ഞെരുക്കുന്നില്ലേ? കർണാടകത്തിനെ ഞെരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിനെ ഞെരുക്കുന്നുണ്ട്. തെലുങ്കാനയെ ഞെരുക്കുന്നുണ്ട്. ശമ്പളം മുടങ്ങിയിട്ടില്ല. ഇവിടെ ഞെരുക്കുന്ന എന്ന് പറഞ്ഞ് ശമ്പളം മുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ദൂരത്തിനൊരു കുറവുമില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ മരപ്പെട്ടീനെ ഓടിക്കാൻ നടക്കുക. അത് നമുക്കറിയാലോ, ഒരു പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് നേതൃത്വം ശക്തമായിട്ട് ഇടപെടാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1991 അതുവരെ ലീഗിന് മന്ത്രിസ്ഥാനം 3 മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. 91 വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ 4 മന്ത്രിസ്ഥാനം കെ കരുണാകരൻ നൽകി. അദ്ദേഹം പറഞ്ഞ കാരണം അന്ന് 19 MLA എണ്ണം കൂടി. ലീഗിന് എണ്ണം കൂടിയപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൂടുതൽ കൊടുത്തു. ഒരു ചർച്ചയും ഉണ്ടായില്ല, ഒരു ഡിസ്കഷനിലേക്കും പോയില്ല. ആദ്യം തന്നെ കാര്യങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ പരിഹരിച്ചാൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ചർച്ച ചെയ്ത് നിങ്ങളും ചാനൽ ചർച്ചയിൽ 9 മണിയുടെ ചർച്ച, അത് കഴിഞ്ഞ് രാത്രി 12 മണിയുടെ ചർച്ച കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ഒരു പരുവത്തിലാവും. ഭാഗ്യത്തിന് ഇത്തവണ അതുണ്ടായിട്ടില്ല. ഈ നേതാക്കന്മാർ ഈ പൊതുവേദികളിലൊക്കെ പരസ്യമായിട്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം അത് പ്രകടമാകുന്നതൊക്കെ അതൊക്കെ ശരിക്കും സൂക്ഷിക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അതൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത് അത് ജാഗ്രത എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ നേതാക്കൾക്കും ഞാനുൾപ്പെടെ ജാഗ്രത ഉണ്ടാവും. പാർട്ടി നേതാക്കൾക്ക് ദേശീയഗാനം പഠിപ്പിക്കാനുള്ള സംവിധാനം ആവശ്യം അത്ര ഘട്ടത്തിലേക്കാണ് പോകുന്നത്. എന്താണ് തിരുവനന്തപുരത്തെ സംഭവത്തിൽ കാണുന്നത്? ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാനും കണ്ടു. എനിക്ക് വന്നിപ്പോൾ ഈ പഞ്ചാബിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊന്നും ഇപ്പോൾ നമ്മൾ മന്ത്രിസഭ ഇല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പാടിയതായിരിക്കാം. പക്ഷെ എന്നാലും ജാഗ്രത വേണം, അതേ പറയും.